ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണ മട്ടൺ റോസ്റ്റാണ്. അതിന് വേണ്ടി ഞാൻ 1 കിലോ മട്ടനാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഞാൻ 10 മിനിറ്റ് മുമ്പ് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ ഉപ്പ്, ഇത് കൂടാണ്ട് കുറച്ച് വേപ്പിലയും 1 ചെറിയ തക്കാളിയും കൂട്ടി യോജിപ്പിച്ച് മിക്സ് ചെയ്ത് 10 മിനിറ്റ് മുമ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. 4 വിസിലിൽ കുക്കറിലിട്ട് വേവിക്കണം. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും, 1 ടീസ്പൂൺ മുളക് പൊടിയും, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1 ടീസ്പൂൺ പെരിഞ്ജീരകവും, 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് വേവിച്ചെടുത്തതിനകത്ത് ഇതിൽ 1 തക്കാളി ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോഴേക്ക് ഞാൻ തക്കാളി ഉപയോഗിക്കണില്ല. ഇനി അടുപ്പത്തൊരു പാൻ വെച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം 2 ഉണക്കമുളകും കുറച്ച് വേപ്പില ഇട്ട് ഇടാം. ഇതിട്ടതിന് ശേഷം 1 വെളുത്തുള്ളി ഫുള്ളായിട്ടുള്ളതും 1 ചെറിയ കഷ്ണം ഇഞ്ചിയും 5 പച്ചമുളകും കൂടി ഒരുമിച്ച് ചതച്ചത് ഇതിട്ട് വഴറ്റുക. നേരത്തെ നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും ഇതിൽ കുറച്ച് 1 ടീസ്പൂണും കൂടി ഇടണം. അതിന് ശേഷം സബോള 2 ചെറിയ സബോള, ഈ സബോള നന്നായി വാടിയതിന് ശേഷം 1 ചെറിയ സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് വഴറ്റുക. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും, 1 ടീസ്പൂൺ മുളക് പൊടിയും, 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും, 1 ടീസ്പൂൺ പെരിഞ്ജീരകവും, 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് വേവിച്ചെടുത്തതിനകത്ത് ഇതിൽ 1 തക്കാളി ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോഴേക്ക് ഞാൻ തക്കാളി ഉപയോഗിക്കണില്ല. വേവിച്ചെടുത്ത മട്ടൻ്റെ കൂട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് ഒന്ന് നന്നായി വഴറ്റി ഒന്ന് വേവിച്ചെടുക്കണം. ആദ്യം ഇതിൽ ഉപ്പിട്ടിട്ടുണ്ടായി. ഉപ്പ് പാകത്തിനാണോ ഒന്ന് നോക്കണം. മട്ടൻ റോസ്റ്റ് റെഡിയായി. ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടിയും ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇറക്കി വെക്കുക.